ദിവസവും ബാത്റൂം കഴുകി ഊരയും നടുവും പോകുന്ന വീട്ടമ്മമാർക്കുള്ളതാണ് ഇന്നത്തെ ടിപ്പ്. 5 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് സോപ്പും പൊടിയോ ഉപയോഗിക്കാതെ ബാത്റൂം ക്ലീൻ ചെയ്തെടുക്കാം. നമ്മൾ വീട്ടമ്മമാരുടെ ഏറ്റവും വലിയ ടാസ്ക്കാണ് ഈ ബാത്റൂം ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞാൽ. സത്യം പറയാലോ, എനിക്ക് ഈ ബാത്റൂം ക്ലീൻ ചെയ്യാൻ ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. പക്ഷേ ക്ലീൻ ചെയ്യാന്നല്ലാതെ വേറെ നിവർത്തിയില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മളൊരു 4 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച പനി പിടിച്ച് വയ്യാതെ കിടക്കുകയാണെങ്കിൽ നമ്മുടെ ബാത്റൂമിൻ്റെ ഒരു അവസ്ഥ എന്തായിരിക്കും? പ്രത്യേകിച്ച് ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ പറയുകയും വേണ്ട അല്ലേ? ആ ഭാഗത്തേക്ക് പോകാനേ പറ്റില്ല. ഈ ഒരു ബാത്റൂം കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് വൃത്തികേടായി കിടക്കുന്നത് തോന്നാം. പക്ഷേ ഒരു രക്ഷയില്ല കേട്ടോ. എനിക്കും തോന്നുന്നുണ്ട്. കാരണം ഇത് കാവിയിട്ട ബാത്റൂമാണ്. നിലമാണെങ്കിൽ വാട്ടർ പ്രൂഫ് ചെയ്തിട്ടില്ല. അത് ചെയ്യാത്തത് കൊണ്ട് നിലത്തുനിന്ന് ആ ഒരു വെള്ളം ഉണ്ടല്ലോ, ഈർപ്പം മുകളിലേക്ക് കയറിയിട്ട് ആ ഭാഗം മുഴുവനും പൂപ്പൽ പിടിച്ചാണ് ചുമര് കിടക്കുന്നത്. നമ്മൾ എത്ര വരച്ച് കഴുകിയാലും വീണ്ടും വീണ്ടും ചുമരുമ്മൽ പൂപ്പൽ പിടിക്കും കേട്ടോ. പ്രത്യേകിച്ച് മഴക്കാലത്ത്. വേനൽക്കാലത്ത് വലിയ പ്രശ്നമില്ല, പക്ഷേ മഴക്കാലത്ത് കുറച്ച് പ്രശ്നം തന്നെയാണ്. വീട് പണിയൊക്കെ എടുപ്പിക്കുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ബാത്റൂം നിർബന്ധമായിട്ടും വാട്ടർ പ്രൂഫ് ചെയ്യുക. ഇതിപ്പം ടൈല് ഒട്ടിക്കാത്തത് കൊണ്ട് വലിയ പ്രശ്നമില്ല. പക്ഷേ ടൈൽ ഒട്ടിച്ചാൽ പിന്നീട് നമുക്ക് ആ ടൈൽസൊക്കെ പൊളിച്ച് മാറ്റിയിട്ട് വേണം ഇത് ചെയ്യാൻ. അതുകൊണ്ട് നിങ്ങൾ നിർബന്ധമായിട്ടും വാട്ടർ പ്രൂഫ് ചെയ്യുക. അത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അവരുടെ കൂടെ തന്നെ നിൽക്കണം കേട്ടോ. അവർ സെൻറ്ററിൽ കൂടെ മാത്രം അടിച്ചിട്ട് പോകും. അത് മാത്രം പോരാ, ഈ ചുമരിൻ്റെ 4 മൂലയിൽ കൂടി നന്നായിട്ട് അടിക്കണം. അല്ലെങ്കിൽ ആ ഒരു ചുമരിൻ്റെ മുകളിൽ കൂടെ വെള്ളം മുകളിലേക്ക് കയറും. അവിടെ പൂപ്പലും കാര്യങ്ങളൊക്കെ വരും. നമ്മൾ പിന്നീട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലും ആ ഒരു സംഭവം പോവില്ല കേട്ടോ. ഇവിടെ ചെയ്യാത്തത് കൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങൾ ഈ ഒരു ബാത്റൂമിന് വന്നത്. ഇത് ഭാവിയിൽ ടൈലിടാലോ എന്ന് വിചാരിച്ച് അങ്ങനെ വെച്ചതായിരുന്നു. പക്ഷേ അത് നടന്നില്ല. ചില സാഹചര്യങ്ങൾ കൊണ്ട് നമുക്കത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തൽക്കാലം ക്ലോസറ്റുള്ള ഭാഗത്ത് നമ്മൾ കുറച്ച് കാവ്യൊക്കെ തേച്ച് അങ്ങനെ പിടിപ്പിച്ചു. ഇത് കണ്ടോ, ഇത് കുളിക്കുന്നൊരു ഭാഗമാണ് കേട്ടോ. ഇവിടെ അയറ്റാലൊരു കട്ട ഭാഗി വെച്ചു. ഇവിടെ ടൈലൊട്ടിക്കണം. തൽക്കാലം ഇങ്ങനെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചതായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും വൃത്തികേടായിട്ട് തോന്നുന്നത്. അല്ലാതെ നമ്മൾ ക്ലീൻ ചെയ്യായിട്ടല്ല കേട്ടോ. ആ ഒരു ചുമരൊക്കെ നമ്മൾ എത്ര തേച്ച് കഴുകിയാലും ഇങ്ങനെ തന്നെയാണ് ഉണ്ടാകുക. അതെ, നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഞാൻ വളരെ സിമ്പിളായുള്ളൊരു ടിപ്സാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. സോപ്പും പൊടിയോ ഒന്നും ഉപയോഗിക്കാതെ ഈ ഒരു പൊടി വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ബാത്റൂം ക്ലീൻ ചെയ്യുന്നത് കേട്ടോ. ഞാൻ മുന്നേയും ഇതുപോലൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലും ഞാൻ ഈ ഒരു പൗഡറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് സബീന പൗഡർ. ഈ ഒരു പൗഡർ ഉപയോഗിച്ചാണ് ഞാൻ വർഷങ്ങളായിട്ട് എൻ്റെ ബാത്റൂം ക്ലീൻ ചെയ്യുന്നത്. ബാത്റൂം മാത്രമല്ല, വീട്ടിലെ വാഷ് ബേസിൻ, അതുപോലെ ചെരുപ്പ്, പിന്നെ പാത്രങ്ങൾ എല്ലാം ഞാൻ ഈ ഒരു പൗഡർ ഉപയോഗിച്ചിട്ടാണ് ക്ലീൻ ചെയ്യുന്നത്. ഈ ഒരു പൗഡറിന് അങ്ങനെ ഒരുപാട് റേറ്റും കാര്യങ്ങളൊന്നുമില്ല. 500 ഗ്രാമിന് 16 രൂപയാണ് കേട്ടോ വരുന്നത്. ഇതിൻ്റെ ഫോട്ടോ ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് കൊടുത്തേക്കാം. കുറേ ആളുകൾ ഇതിൻ്റെ മുന്നേ ഞാൻ ഒരു ബാത്റൂം ക്ലീൻ ചെയ്യുന്ന വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വന്ന കമൻറ്റാണ്, ചേച്ചി ഇത് എവിടുന്നാണ് കിട്ടുക എന്നുള്ളത്. ഇത് നമുക്ക് ഷോപ്പിൽ നിന്ന് കിട്ടും കേട്ടോ. നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങല, അരി, പഞ്ചസാര അങ്ങനെയൊക്കെ സാധനങ്ങൾ വാങ്ങുന്ന ഒരു പലചരക്ക് കടയിൽ നിന്ന് നമുക്ക് ഈ ഒരു പൗഡർ കിട്ടും. സബീന പൗഡർ എന്ന് അവരോട് ചോദിച്ച് വാങ്ങിയാൽ മതി. അപ്പം ഈ ഒരു പൗഡർ വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ബാത്റൂം ക്ലീൻ ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് സംശയം ഉണ്ടാകും, കാവി ഇട്ട നിലത്തൊക്കെ ഈ ഒരു പൗഡർ ഇട്ടിട്ട് ക്ലീൻ ചെയ്യാവോ എന്നുള്ളത്. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ കാവിയുള്ളൊരു ബാത്റൂം ക്ലീൻ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചത്. കണ്ടോ, നന്നായിട്ട് പോകും കേട്ടോ. കാവി ഇട്ടതാണെങ്കിലും നന്നായിട്ട് അഴുക്കും കാര്യങ്ങളൊക്കെ പോകും. നമുക്കങ്ങനെ വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. നമുക്ക് മാർക്കറ്റിൽ നിന്ന് ഒരുപാട് വാങ്ങാൻ കിട്ടും. ബാത്റൂം ക്ലീനറുകളൊക്കെ നമുക്ക് ഒരുപാട് വാങ്ങാൻ കിട്ടും. നല്ല നല്ല പൈസയും കാര്യങ്ങളൊക്കെ കൊടുത്താൽ കറയൊക്കെ പോകുന്നതൊക്കെ വാങ്ങാൻ കിട്ടും. പക്ഷേ എപ്പോഴും നമുക്കത് വാങ്ങി ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. നിങ്ങളും എന്നെപ്പോലെ സ്ഥിരമായിട്ട് ബാത്റൂം ക്ലീൻ ചെയ്യാൻ സബീന പൗഡറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റിൽ പറയുക. ഇനി സബീന പൗഡർ അല്ല, മറ്റെന്തെങ്കിലും ടിപ്സ് ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ ബാത്റൂം ക്ലീൻ ചെയ്യുന്നത് എങ്കിൽ അതും കൂടി ഒന്ന് കമൻറ്റിൽ പറയണേ. ഇനി ഇതുവരെ നിങ്ങൾ ഈ ഒരു സബീന പൗഡർ ഉപയോഗിച്ചിട്ട് ബാത്റൂം ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ക്ലീൻ ചെയ്ത് നോക്കുക. പിന്നീട് നിങ്ങൾ ഈ ഒരു പൊടി ഒഴിവാക്കില്ല കേട്ടോ. നിങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കും. സബീന പൗഡർ വെച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ബാത്റൂമൊക്കെ ക്ലീൻ ചെയ്തെടുക്കാൻ കഴിയും. പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട്. 16 രൂപയല്ലേ ഉള്ളൂ, നന്നായിട്ട് വെളുത്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അരപ്പേക്ക് അല്ലെങ്കിൽ ഒരു പേക്ക് സബീന പൗഡറൊന്നും ഇട്ട് ഒരിക്കലും ബാത്റൂം ക്ലീൻ ചെയ്യരുത്. നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും, ബാത്റൂം നന്നായിട്ട് നമ്മൾ ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ ഉണങ്ങി വരുന്ന സമയത്ത് ഈ ഒരു സബീന പൗഡർ ഇങ്ങനെ ഊറി മുകളിൽ വന്ന് നിൽക്കുന്നത് കാണാം.
അതുകൊണ്ട് നിങ്ങൾ ഒരുപാട് പൊടിയൊന്നും ഉപയോഗിക്കരുത്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു പാക്ക് വാങ്ങിയാൽ നമുക്കൊരു 2-3 മാസം നന്നായിട്ട് ഉപയോഗിക്കാൻ കിട്ടും. നിങ്ങൾ 1-2 സ്പൂണ് പൊടി മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അതിൽ കൂടുതൽ പൊടി നിങ്ങൾ ഒരിക്കലും എടുക്കരുത്. അത് മറ്റൊന്നും കൊണ്ടല്ല, ഈ ഒരു പൊടി നമ്മൾ എത്ര വെള്ളം ഒഴിച്ചാലും പെട്ടെന്ന് അങ്ങനെ പോവില്ല. അത് ആ ഒരു ഹോളിലൊക്കെ, ബാത്റൂമിൽ വെള്ളം പോകുന്ന ഹോളിലൊക്കെ അവിടെ തങ്ങി നിൽക്കും. അപ്പോൾ നിങ്ങൾ ഡെയിലി ഇങ്ങനെ ഒരുപാട് പൊടി ഇട്ട് കഴുകുന്ന സമയത്ത് നിങ്ങളുടെ പൈപ്പ് ബ്ലോക്ക് ആവും. അതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിക്കുക, ഒരുപാട് പൊടി എടുക്കരുത്, വളരെ കുറഞ്ഞ അളവിൽ പൊടി എടുക്കുക. പിന്നെ ഡെയിലി ഇങ്ങനെ പൊടിയിടേണ്ട ആവശ്യമില്ല കേട്ടോ. 2-3 ദിവസം കൂടുമ്പോൾ നന്നായിട്ടൊന്ന് കഴുകി കൊടുക്കുക. പിന്നെ ജസ്റ്റ് നമ്മൾ കുളിക്കുന്ന സമയത്തൊക്കെ വെറുതെ ബ്രഷ് ഇട്ടിട്ട് ഒന്ന് ഒരതി കൊടുത്താൽ മതി, അത്രേ ആവശ്യമുള്ളൂ. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ചില സാഹചര്യങ്ങളിൽ ഡെയിലി നമ്മളുടെ കൈ എന്നും ബാത്റൂമിൽ എത്തിക്കൊള്ളണമെന്നില്ല. ആ ഒരു സമയത്താണ് ബാത്റൂമൊക്കെ കൂടുതൽ അഴുക്ക് പിടിക്കുക. പിന്നെ സബീന പൗഡർ നിങ്ങൾ കുട്ടികളൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ അവരുടെ അടുത്തൊന്നും വെക്കരുത്. അവർ അതെടുത്ത് കഴിക്കാനൊക്കെ ഉള്ള സാധ്യത ഉണ്ട്. കാരണം പൗഡറാണല്ലോ, വല്ല അമൃതം പൊടിയാണെന്നോ അല്ലെങ്കിൽ അരിപ്പൊടിയാണെന്നൊക്കെ വിചാരിച്ച് മക്കളെടുത്ത് വായിലിടും. അപ്പം അതും നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇത് കൂടാതെ നമുക്ക് സോപ്പും പൊടിയും അല്പം വെണ്ണീരും കൂടി മിക്സ് ചെയ്തിട്ട് ബാത്റൂം ക്ലീൻ ചെയ്യാം. വെണ്ണീരെടുക്കുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അത് ഒരു അരിപ്പയിലിട്ട് അരിച്ചിട്ട് വേണം എടുക്കാൻ. അല്ലെങ്കിൽ അതിലുള്ള ആ ഒരു ഇതൊക്കെ ഉണ്ടാവുമല്ലോ, കനലും കാര്യങ്ങളൊക്കെ, അതൊക്കെ ബാത്റൂമിൽ വന്നാൽ പൈപ്പിന് ബ്ലോക്ക് വരാൻ സാധ്യത കൂടുതലാണ്. അതും നന്നായിട്ട് ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം. ഞാൻ സബീന പൗഡറിൻ്റെ ഒരു ഫോട്ടോ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ആ ഒരു ഫോട്ടോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയി. ഞാൻ കുറേ ഡാറ്റാസൊക്കെ ഡിലീറ്റ് ചെയ്ത സമയത്ത് അതും ഡിലീറ്റ് ചെയ്തു. ഇനി നിങ്ങൾക്ക് അത് കാണണം എന്ന് നിർബന്ധമാണെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾ യൂട്യൂബിലൊക്കെ അടിച്ച് നോക്കുക. അതല്ലെങ്കിൽ ഞാൻ ചെരുപ്പിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതുപോലെ ഹാങ്ങിങ്ങിൻ്റെ ഒരു വീഡിയോയും ചെയ്തിട്ടുണ്ട്. ആ 2 വീഡിയോയിലും ഞാൻ ആ സബീന പൗഡറിൻ്റെ ഫോട്ടോയും വീഡിയോയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് അതൊന്ന് എടുത്ത് നോക്കിയാൽ മതി. ഇനി വീഡിയോയിൽ കിട്ടിയില്ലെങ്കിലും പ്രശ്നമില്ല, നിങ്ങൾ ഷോപ്പിൽ പോയിട്ട് സബീന പൗഡർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതായത് അരി, പഞ്ചസാര, ചായപ്പൊടിയൊക്കെ വാങ്ങുന്ന പലചരക്ക് ഉണ്ടാവുമല്ലോ, അവിടെ പോയാൽ മതി, നിങ്ങൾക്ക് കിട്ടും. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്കെല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു, ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും നെഗറ്റീവായാലും പോസിറ്റീവായാലും ഒന്ന് കമൻറ്റിൽ പറയാം കേട്ടോ. ഓക്കെ, ബായ്.